CPIM ഭരിക്കുന്ന കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ്. അംഗങ്ങളുടെ പേരിൽ 4.56 കോടിയുടെ സ്വർണ്ണ വായ്പയെടുത്ത് സെക്രട്ടറി കെ രതീശൻ മുങ്ങി. CPIM മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രതീശൻ. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ? വേണു, ഈ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഈ തട്ടിപ്പ്, അതായത് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ തട്ടിപ്പ് കണ്ടുപിടിച്ചത്. 4.76 കോടി രൂപയുടെ തട്ടിപ്പ് ബാങ്കിൽ നടന്നിരിക്കുന്നു എന്നാണ്. അംഗങ്ങൾ അറിയാതെയാണ് ഈ ബാങ്കിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു സ്വർണ്ണ വായ്പ സെക്രട്ടറി എടുത്തിരിക്കുന്നത്. സെക്രട്ടറി കെ രതീഷ് ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. രതീഷിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത്. രതീഷിനെ ഫോണിൽ ബന്ധപ്പെടുന്ന സമയത്ത് വയനാടാണെന്നും എന്നാൽ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ കർണാടകത്തിലാണെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIM നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഈ ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ 4,77,99,907 രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ പണയ സ്വർണം ഉൾപ്പെടെ 7 ലക്ഷം രൂപയ്ക്ക് പണയ സ്വർണം ഉൾപ്പെടെ നൽകിയിരിക്കുന്നു. അതിന് യാതൊരു വിധത്തിലുള്ള രേഖകളില്ല. മാത്രമല്ല, ആരാണ് ഈ സ്വർണം പണയപ്പെടുത്തിയത് എന്നുൾപ്പെടെയുള്ള കണക്കൊന്നുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ബാങ്ക് സെക്രട്ടറിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. ഈ സെക്രട്ടറി ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. CPIMന്റെ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി നേരത്തെയും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നു. ഇത് അത്ര വലിയ ബാങ്കൊന്നുമല്ല, 10 കോടി രൂപയോളം നിക്ഷേപമുള്ള ബാങ്കാണ്. ഇവിടെ ഈ സൂക്ഷ്മ പരിശോധനയിൽ ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ 4,76,00,000 രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ ഇതിൽ കൂടുതൽ രൂപ തട്ടിപ്പ് നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാവണം ഇയാൾക്കെതിരെ, ഈ സെക്രട്ടറിക്കെതിരെ. ഇദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും പുറത്താക്കും. മാത്രമല്ല, ഈ ബാങ്കിന്റെ ചുമതലയിൽ നിന്നും പുറത്താക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഈ പ്രദേശത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വേണു. അരുൺ, ഈ രതീശൻ മാത്രമാണ് ഇതിൽ പങ്കാളി എന്നാണോ CPIM കരുതുന്നത്? വേണു, ഇപ്പോൾ നിലവിൽ രതീശൻ മാത്രമാണ് ഇതിൽ പങ്കാളിയെന്ന് കരുതുന്നുണ്ട്. പക്ഷേ കൂടുതൽ അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെടുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് കണ്ടെത്തണമെന്ന് ജില്ലാ സെക്രട്ടറി നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകും. 4,76,00,000 രൂപയാണ് പ്രാഥമിക പരിശോധനയിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധന നടത്തുകയാണെങ്കിൽ അതിൽ കൂടുതൽ തുക ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചേക്കുമെന്നും പറയുന്നു. എന്തായാലും സെക്രട്ടറിക്ക് മാത്രമായി ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്താൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. പുതിയ ഭരണസമിതിയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം വേണം. കൂടുതൽ ആളുകളിലേക്ക് ഈ തട്ടിപ്പ് എത്തിയിട്ടുണ്ടോ, കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വേണു. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.